പറഞ്ഞു. ഇന്ന് എനിക്കാണ് ഒരു ടോപ്പിക് ഉള്ളത്. കാരണം ഇത് കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ മൈൻഡിലുള്ളത്, നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തലമുറയിലുള്ളവർ നേരിടുന്നൊരു വലിയൊരു പ്രശ്നം കൂടിയാണ് ഫോമോ. നമ്മളിന്ന് രാവിലെയും കൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എനിക്ക് കുറേ കാലം മുമ്പേ എനിക്ക് ഇതുണ്ട്. അതായത് പ്രത്യേക കറക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബ്രോ കമൻ്റ് ഇട്ടായിരുന്നു. അതായത് ഞാൻ എക്സ്പൾസ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് RTX ഇറങ്ങിയല്ലോ അപ്പാച്ചയുടെ. അപ്പം ആ ഇതിറങ്ങിയപ്പോൾ RTX എടുക്കാത്തത് കൊണ്ട് കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചൊരു കമൻറ്റ് വന്നായിരുന്നു. അപ്പം അതിന് നമ്മളൊരു വീഡിയോ ഇട്ടതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അടുത്തിട്ട വീഡിയോകളിലൊക്കെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നൊരു വീഡിയോ അതായിരിക്കും. കാരണം അതിൽ മൊത്തം ആ കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 95% അതായത് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വണ്ടിയിൽ ഹാപ്പി ആണെന്നാണ്. ഞാൻ അത് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് ഞാൻ ഹാപ്പി അല്ല, എൻ്റെ തീരുമാനം മണ്ടത്തരായിരുന്നു, RTX ആണ് നല്ലത്. എനിക്ക് അത് പറയട്ടെ. അതായത് നമ്മുടെ വണ്ടിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് ഒരു സത്യം. ഞാൻ മനസ്സിലാക്കിയോ? ബാക്കി എക്സ്പൾസ് എടുത്ത് എല്ലാവരും എന്തൊക്കെയോ കുറ്റം പറയുന്നത്, നമ്മുടെ വണ്ടിക്ക് നമ്മൾ അതേപോലെ പ്രത്യേകിച്ച് ഒരു കുറ്റം കണ്ടിട്ടില്ല. ആൾക്കാർ കുറ്റം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് പ്രശ്നമുള്ളൊരു കാര്യമല്ല. ഞാൻ ആ കമന്റ് ആലോചിച്ചു, ഒരാള് സന്തോഷമായിട്ടൊരു സാധനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് എന്തൊക്കെയോ ഒരു വിഷമമുള്ളതെന്ന് തോന്നുന്നു. അതങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ. അത് ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനത്തെക്കുറിച്ച് 1-2 പേരൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അതിനൊരു പേര് പറയുമല്ലോ, അതൊരു രീതി ഫോമോ തന്നെയാണ്. അതായത് നമ്മൾ അവരുടെ കൂടെ അങ്ങ് ചേരും, അതിനെ അങ്ങ് തകർക്കാൻ വേണ്ടി. അല്ലാണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചിന്തിക്കില്ല. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു 10, 30, 100 പേര് ഒരേപോലെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു നെഗറ്റീവ് തരും. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാസ് ഹിസ്റ്റേറിയ എന്നാണ് തോന്നുന്നു ആ സാധനത്തിന് പറയുന്നത്. എല്ലാവരുടെയും കൂടെ ചെന്നിരുന്നിട്ട്, അല്ല മാസ് ഹിസ്റ്റേറിയ എനിക്കൊന്നും അല്ല, നമുക്ക് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സുഖം തന്നെ നമുക്കുണ്ടെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു മാസ് ഹിസ്റ്റേറിയ. അതല്ല ഞാൻ കിട്ടുകയാണെങ്കിൽ പുറത്തിട്ട് പറഞ്ഞുതരാം. അതായത് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി. ഞാൻ അതല്ല, ആൾക്കാരുടെ അഭിപ്രായം പറയാം. അതിന് നിസ്സാരമായിട്ട് വേറെ ട്രൈബലിസം എന്ന് വേണമെങ്കിൽ പറയാം. കുറെ പേര് ഒരേ രീതി ചിന്തിക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ചേരാത്ത പറ്റാത്ത പോലെ നമുക്ക് തോന്നുന്ന ഫീലിംഗ്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ഇവർ എല്ലാവരും കമന്റ് ഇടാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക് എനിക്കൊരു ചിന്ത വരാൻ തുടങ്ങി. അതായത് ആ വണ്ടി എടുക്കേണ്ടതായിരുന്നോ നല്ല ബുദ്ധിപൂർവ്വമുള്ള തീരുമാനം ഇതെഴുതും. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു അതായത് ബാക്കി എല്ലാവരും എക്സ്പൾസ് അല്ല ഇത് എടുക്കുന്നത്, ഇത് കുറച്ചുകൂടി നല്ല വണ്ടിയാണോ, ഞാൻ വിട്ടു. മനസ്സിലായില്ലേ? എനിക്കായതുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചത്, എനിക്ക് ഒരു എക്സ്പൾസ് ട്യൂട്ടൻ ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഒരു ബൈക്ക് ഇല്ലാത്തതിൽ ഒരു ചെറിയ ഒരു കുറ്റബോധം പോലെ എനിക്ക് ചെറുതായിട്ട് അതെനിക്ക് ആ സമയത്ത്, ഇപ്പം ഇല്ല, ആ സമയത്തെ കാര്യമാണ് ഉണ്ടായി. അപ്പോൾ ഇതേപോലെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ മാസങ്ങൾ തോറും വണ്ടികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇഷ്ടംമാതിരി ഓപ്ഷനാണ് ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം സോഷ്യൽ മീഡിയ, ആൾക്കാർ പുതിയ വണ്ടി വാങ്ങുന്നത് കാണിക്കുക, എല്ലാം കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കുന്ന ഈ തലമുറയിലെ ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ ഫോമോ ആണ്. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എല്ലാവരും അത് ചെയ്യുന്നു, എനിക്ക് എന്തോ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ അത് ചെയ്തില്ലെങ്കിൽ ഒരു നാണക്കേട്, നഷ്ടബോധം, അല്ലെങ്കിൽ എനിക്ക് അത് അവരിൽ എല്ലാവരും ചെയ്യുമ്പോൾ എനിക്ക് ഇല്ല എന്നുള്ളൊരു കുറ്റബോധം, എനിക്ക് പറ്റുന്നില്ല എന്നുള്ള കുറ്റബോധം. അതാണല്ലോ ഈ ഫോമോ എന്ന് പറയുന്നത്. അതെ. ഈ വേർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചായിട്ട് എനിക്ക് 1-2 കൊല്ലമായിട്ടുള്ളൂ ഭയങ്കര പ്രശസ്തമാകാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതിനെപ്പറ്റി എന്താ ഒരു സൈക്കോളജിയുടെ എന്തോ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഇതേപോലെ ഒരു സൈക്കോളജിക്കൽ ടേം എന്തോ ആണിത്, ഫിയർ, അങ്ങനത്തെ എന്തോ ഒരു സൈക്കോളജിക്കലി എന്തോ ഒരു സംഭവം. ഈ ഫോമോ പോലെ തന്നെ വേറെയും കുറെ സംഭവങ്ങളുണ്ട്. അതെന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഫോമോ തന്നെ 4 അക്കം വെച്ചിട്ട് ഉള്ള സംഭവങ്ങൾ അങ്ങനെ കുറെ. മനസ്സിലായോ? അതായത് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പൊന്നൻ എന്ത് തോന്നുന്നു? അതായത് ഈ കാലഘട്ടത്തിലെ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ്. അത് തീർച്ചയായിട്ടും കാരണം നമ്മളൊരു ഒരാഴ്ച മുന്നേ ആണോ ഞാൻ മറ്റേ ഹിമാലയത്തിൽ പോകുന്നതിന്റെ എന്തോ ഒരുത്തന്റെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ മറ്റേ അന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇവിടെ മണാലിയൊക്കെ പോയി 17 ദിവസം കറങ്ങി അടിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട്, മറ്റേ 650 അല്ല അതല്ല,
നമ്മുടെ ആഷിക്ക് ആഷിക്ക് പോയി ഉണ്ട്. വന്നത് ഞാൻ എന്നോട് ഓക്കേ, പറഞ്ഞില്ലേ. ഓക്കേ. അപ്പൊ എനിക്ക് ഉള്ളിൽ പെട്ടെന്നൊരു ഇത്രയും നാളായിട്ട് ഞാനത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം. അപ്പൊ നീ പറഞ്ഞു പൈസ ഇതാണ്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ, ഇതുകൊണ്ടായിരിക്കും നമ്മൾ സാഹചര്യം കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് വാലിഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മളോട് ഇപ്പൊ ഒരാൾ പറയുമ്പോ ഇത്രയും കാലമായിട്ട് ഇപ്പൊ എനിക്ക് 29 വയസ്സായി, ഇതിന്റെ ഇടയിൽ വണ്ടി വാങ്ങിയിട്ട് 5 വർഷമായി, ഇതിന്റെ ഇടയിൽ പോണോന്ന് വെച്ചാൽ പോവായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല, സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോയില്ല. പക്ഷേ അവനെ പോകുന്ന പോലെ പോണമെന്ന് വെച്ചാൽ പോവായിരുന്നു. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രായം കൂടുമ്പോൾ ഇതിൻ്റെ ഇത് വളരെ വലുതായിരിക്കും, ഈ ഫോമോ വരുന്നതിന്. ഇപ്പം എനിക്ക് 22 വയസ്സിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ഇപ്പം ആലോചിക്കും, എനിക്ക് അന്ന് കുറേ ചെയ്യായിരുന്നു ആലോചിക്കും. ഞാൻ എന്നോട് എപ്പോഴും പറയാറുള്ളൂ, ഞാൻ ബോംബെയിൽ പഠിച്ച സമയത്ത് ട്രെയിനിൽ എപ്പോഴും ഇവിടുന്ന് കയറി പോകുന്ന സമയത്ത് മഡ്ഗാവ് എത്തുമ്പോൾ ഞാൻ എപ്പോഴും ആയിരിക്കും ഗോവയിലെന്ന് പറഞ്ഞത്. ഇന്ന് വരെ ഞാൻ ഗോവ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ബോംബെയിൽ പോയതാണ്. ബോംബെയിൽ എന്നെ പറഞ്ഞിട്ട് തന്നെ ഞാൻ ആ 3 വർഷം അപ്പ് ആൻഡ് ഡൗൺ പോയി വന്നുകൊണ്ടിരുന്നു. ആ 3 വർഷത്തിൽ ഒരു 30 വട്ടം ഞാൻ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തു എന്ന് വിചാരിച്ചോ. ആ 30 വട്ടത്തിൽ ഒരു വട്ടം എനിക്ക് വേണേൽ അവിടെ ഇറങ്ങായിരുന്നു. അന്ന് ഞാൻ ചെയ്ത്, ഞാൻ ഇന്നത് ആലോചിക്കുന്നുണ്ട്. അപ്പം അതൊരു മിസ്സിങ് ഔട്ടാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു സാഹചര്യമാണ്. വേണമെന്ന് വെച്ചാൽ എനിക്ക് ധൈര്യം വെച്ചിട്ട് 2 ദിവസം ഗോവ ഇറങ്ങിയിട്ട് തിരിച്ചു വരായിരുന്നു. പക്ഷെ ഉള്ളിൽ പേടി, കാശില്ലാത്തുള്ളത്, വഴി കിടന്ന് വീട്ടുകാരോട് കരയേണ്ടി വരും എന്നുള്ള പേടി കാരണം പോയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഫോം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റഗ്രാമിൽ തുറന്നു കഴിഞ്ഞാൽ ഈ അൽഗോരിതം നമുക്ക് കാണേണ്ട സാധനം എന്താണ് അത് മാത്രമേ കാണിക്കുള്ളൂ. നമ്മൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം വീട്ടിൽ അതുണ്ടാവും. ഇപ്പൊ ഹിമാലയത്തെ പറ്റി ഹിമാലയം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മുഴുവൻ ഹിമാലയത്തിൽ പോകുന്നതും ടൂർ അടിക്കുന്നതും ആൾക്കാർ സന്തോഷമായിട്ടിരിക്കുന്നത്, ഇത് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമാണ്. കാരണം ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചുള്ള, ഇത് നമുക്ക് ഉള്ളിൽ മാനുഷികമായിട്ട് ഉണ്ടാവുന്ന ഒരു ഇതൊരു അസൂയയാണ്. അസൂയയുടെ ഒരു വകഭേദമാണ് ഒരു തരത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ. അസൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാ ഉള്ളൊരു ഇതാണ്. മറ്റുള്ളവർ നമ്മളെക്കാട്ടിൽ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവനോട് തോന്നുന്നൊരു വികാരമാണത്. നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ ചെയ്തെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ പണ്ടൊരു നാട്ടിൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ നാട്ടിൽ ഒരുത്തനായിരിക്കും രക്ഷപ്പെടുന്നത്, അവനോടായിരിക്കും അസൂയ ഉണ്ടാവുക. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ സെക്കൻഡ് ബൈ സെക്കൻഡ്സ് ആഘോഷിക്കുന്ന നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കാത്ത അനുഭവങ്ങൾ, കാണാത്ത സ്ഥലങ്ങൾ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കി ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ പോളിഷ്ഡ് ഫാൻറ്റസികളാണ്, നമ്മൾ പോളിഷ്ഡ് റിയാലിറ്റികളാണ് നമ്മൾ ഇടുന്നത്. അല്ലാണ്ട് നമ്മൾ അവിടെ ചെന്ന് എത്തി ചെളിയും കുണ്ടും കുഴിയും ചാടിപ്പോകുന്ന ആരും അത് ഇടാറില്ല. അവിടെ എത്തി നേടിയത് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞത് യാഥാർത്ഥ്യമാണോ അല്ല. പക്ഷെ എന്നാൽ ആ സംഭവം കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് അതുണ്ടാക്കുന്ന മാനസികമായ പ്രശ്നം വലുതാണ്. അതിങ്ങനെ കൂടി കുറച്ച് കഴിയുമ്പോൾ ഇത് ഡിപ്രഷനിലേക്കൊക്കെ മാറും. അതായത് എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ ഒരു മൈൻഡിൽ വന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആ ഒരു ഐഡിയ, അതായത് ഈ ഒരു അസൂയ, ആ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ അത് നല്ലതായിരുന്നു. അതായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം നമുക്കത് ഇല്ലല്ലോ എന്ന്, അപ്പം നമുക്കൊരു ഡ്രൈവ് ഉണ്ടാവും. അതായത് നമുക്കൊരു ഇത് നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഈ യൂട്യൂബ് വ്ളോഗേഴ്സോ ട്രാവലേഴ്സോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ സഞ്ചാരം പണ്ട് നമുക്കൊന്നെങ്കിൽ ഈ ലേബറിന്റെ വാങ്ങിച്ച കാരണം ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് കാണണം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, അത്ഭുതമാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു സംഭവം. അയ്യോ, ഇങ്ങനെ ഒരാൾ പോയി ഇതാക്കുന്നു. അപ്പോൾ നമുക്കും ഭാവിയിൽ എങ്ങാനും നമ്മൾ ഇതേപോലെ നേടണം, അങ്ങനത്തെ ഡ്രീമായിരുന്നു. ഇത് ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു 1000കണക്കിന് പേര് പോയിട്ട് ഈ 10,000കണക്കിന് വീഡിയോ എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോഴേക്കും നമുക്ക് പാനിക് ആവുകയാണ്. അതായത് ഈ ഫോമോ എന്ന് പറഞ്ഞാൽ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്കര പോയിട്ട് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അനുഭവിച്ചു എന്ന് കാണിക്കല്ല, ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്, നിങ്ങൾ വന്ന് കാണണം, ആ രീതിയിലാണ് പുള്ളിയുടെ വീഡിയോ മുഴുവൻ. പുള്ളി ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്, ഈ നാട്ടിൽ ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്, ഇതാണ് അതാണ്, ഇത് ഭക്ഷണം ഇതാണ് കാണിക്കുന്നത്. പുള്ളി ഒരിക്കലും മറ്റേ ഇതും പിടിച്ചിട്ട് എന്ന് പറയുന്ന ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്താ, അത് ഫോമോ അല്ല, അതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ കാണാത്ത കാഴ്ച നമുക്ക് അതിശയം, അതുപോലെ അത് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. അങ്ങനെയല്ല പറഞ്ഞേ.
അതായത് ആ പണ്ട് പൊന്നെ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു നാട്ടിൽ കുറച്ച് പേരായിരിക്കും രക്ഷപ്പെടും, ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവർ കുറച്ച് പേരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ നമുക്കൊരു അസൂയ തോന്നും. സന്തോഷ് ജോർജ് കുളങ്ങരയോട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു അസൂയ തന്നെയാ. എന്ത് അസൂയ? അതൊരു നെഗറ്റീവ് അല്ല. ഈ വ്യക്തി ഇങ്ങനെ പോയി, അപ്പൊ നമുക്ക് പോകണം, പോകാൻ പറ്റും. അതെ, പറ്റും. അങ്ങനത്തെ ഒരു പോസിറ്റീവ് സാധനം. ഇപ്പൊ എന്താ നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ 1000 പേര് 10,000 കണക്ക് വീഡിയോ, ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ദൈവം ഇവരെല്ലാം പോകുന്നുണ്ട്. ഞാനിവിടുന്ന് ഈ അനങ്ങിയിട്ടില്ല, എന്റെ നാട്ടിൽ നിന്ന് വെളിയിൽ പോയിട്ടില്ല. അതായത് നമുക്കൊരു പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവിന്റെ പുറത്ത് നെഗറ്റീവായി മാറുകയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് അതിൽ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് മറ്റേ ഈ സംഭവം ഇത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ചിന്തിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ആലോചിക്കില്ല. ഇപ്പം നേടിയെടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വീട്ടിൽ പൈസ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ കയ്യിൽ റിസർവായിട്ട് പൈസ കിടപ്പുണ്ടാവും. ഇതൊന്നും ചിന്തിക്കില്ല. നമ്മൾക്ക് സാഹചര്യം അതും കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് ചെയ്യണോ വേണ്ടെന്നാക്കാൻ. ഇപ്പം നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പം ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇരുന്ന് ആലോചിക്കും, ഇതിപ്പം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം ചെയ്താൽ ഇത്രയും നഷ്ടം, കുറച്ച് കഴിഞ്ഞ് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര സമാധാനത്തിൽ ചെല്ലാം. അതാണ് നല്ലൊരു കാര്യം. പക്ഷെ നമ്മളിപ്പോൾ ആൾക്കാരെ എടുത്തു ചാടി ഇതാക്കാണ്. അങ്ങനെ അഡ്വഞ്ചർ നടത്തുന്ന ആൾക്കാർ വേറെ ഉണ്ട്. ഇല്ലാത്ത പൈസ കൊണ്ട്, പൈസ ഇല്ലാണ്ട് നടന്നു പോയി അല്ലെങ്കിൽ ഹിച്ചൈക്ക് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് അവിടുത്തെ ചോദ്യം, ഇതാണ് എത്ര പേരായാലും സക്സസ്ഫുൾ, എത്ര പേർക്ക് അതിനുള്ള കഴിവ് നമുക്കുണ്ടോന്നറിയാം. ഇതേപോലെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഒരുത്തന്നെ പറയുകയാണെങ്കിൽ മറ്റെന്താ ഹിച്ചൈക്കിൻ നൊമാഡ് എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഒരു ചെക്കൻ, അവന് രാജ്യങ്ങളിൽ, കാരണം അവനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂല. എനിക്ക് പേടിയുള്ള കാര്യം പറയും, എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് എനിക്ക് സുരക്ഷിതത്വമില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടി. എനിക്ക് അങ്ങനത്തെ അഡ്വഞ്ചറിനോട് താല്പര്യമില്ല. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് സേഫായിട്ട് കിടക്കാനും ഇരിക്കാനും സ്ഥലം വേണം. എനിക്ക് ടെൻ്റ് അടിച്ച് താമസിക്കാൻ അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. ഇപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്കത് ധൈര്യമുണ്ട്, അതിനുള്ള ശേഷിയുണ്ട്, അവർ ധൈര്യമായിട്ട് ചെയ്തോളൂ. പക്ഷെ ഈ വീഡിയോ എല്ലാം അവിടെ കണ്ടിട്ട് ഒരു ടെൻറ്റും വാങ്ങി പിടിച്ച് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മളെപ്പോലുള്ള ആൾക്കാർ, അതാണ് നമ്മുടെ ജനങ്ങൾ ഈ കാണുന്ന പിള്ളേർ മനസ്സിലാക്കുക. അതേപോലെ ഇതാണ് കൂടുതൽ നമ്മളെ ഈ ഒറ്റയടിക്ക് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഓ ഇവർക്ക് ഇതൊക്കെ ഇതായിട്ടാ. പക്ഷെ ഇതിന്റെ പുറകില് അവർ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്ന അവരും കാണിക്കത്തില്ല, നമ്മളോട്ട് അറിയുന്നുമില്ല. അതായത് ഞാൻ ഇതെല്ലാം പറയാൻ കാരണം എന്താ, നമ്മൾ വാഹനങ്ങളുടെ ഇതിലാണ്. അതായത് ഈ ഒരു പ്രശ്നം കാരണം എന്തോരം പേര് കടക്കണിയിൽ പെടുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഒരു സമയത്ത് പറഞ്ഞ ഓർമ്മയുണ്ട്, ഈ ഐഫോണിന്റെ ഇതേപോലെ സംഭവം ഇറങ്ങിയത്. അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു 2 കൊല്ലം മുമ്പ് iPhone 13 ഇറങ്ങിയപ്പോൾ തൊട്ടാണ് ഈ ഫോമോയുടെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളൊരു വട്ടം എന്തോന്നൊരു മൈജിയിൽ പോയ സമയത്ത് 1-2 പേര് ചെറുക്കന്മാര് സാധാ ജോലി ചെയ്യുന്ന ഒരു നോർമൽ ഫാമിലി ഉള്ളവരാ. അവർ വന്ന് ആദ്യം ചോദിക്കുന്ന നേരെ ലോണിന്റെ ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, അവിടെ വന്നിട്ട് ഐഫോണിന് EMI എത്രയാണ്, അതായത് അതാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് അവരുടെ വരുമാനത്തിന്റെ മാസ വരുമാനത്തിന്റെ ഒരു വലിയ തുകയായിരിക്കും EMI ആയിട്ട് അയക്കുന്നത്. എന്തുകൊണ്ട്? ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതുണ്ടാവും, ആ ഒരു സാധനം കിട്ടുമോ ഇല്ല, ഒന്നുമില്ല. അത് വരെ ഉള്ളത്. ഫോണും കൊണ്ട് ഫോൺ എടുത്ത് കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് കിട്ടുന്ന ഒരു എത്ര കാലം ഉണ്ടാവും. അതെ, അത് ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഈ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോ അന്ന് മറ്റേ അവിടെ മരിച്ചപ്പോ ആ ഒരു ചെക്കനെ പരിചയപ്പെട്ടില്ല. അവന് ഇതേപോലെ ഫോണ് ഇതാക്കിയിട്ട് അവന് ഫോണിന് EMI അടയ്ക്കാൻ പൈസ ഇല്ല. വീട്ടുകാരെ ഏത് അവസ്ഥയിലാണെന്ന് അറിയത്തില്ല. അതായത് 18 വയസ്സാവുന്നു എങ്ങാണ്ടേ ഉള്ളൂ. അവന് ഐഫോൺ എടുത്തിട്ട് എന്തിനാ ആ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സുള്ള എടുത്തിട്ട് സംബന്ധിച്ചാൽ ഐഫോൺ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാൽ എനിക്കിപ്പോ 29 വയസ്സായി, എനിക്ക് ഐഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോൺ ആണെങ്കിലും എന്ത് ഫോണായാലും എനിക്ക് ഫോണാണ്. ഇത് ഞെക്കിയാൽ കോള് പോകണം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നോക്കണമെങ്കിൽ കിട്ടണ സാധനം. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഐഫോൺ എന്നല്ല, ഇനിയിപ്പോ ഈ സ്വർണം പതിപ്പിച്ച് ഫോൺ എനിക്കിതാണ് എൻ്റെ അന്തിമമായ ചിന്ത. അതാണ് എന്നെ അതുകൊണ്ട് ഈ ഫോൺ ഇങ്ങനത്തെ, അത് ചിലപ്പോ ഈ പ്രായത്തിന്റെ ഒരു ഇതായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് പലതും കിട്ടാത്തതിന്റെ ആയിരിക്കാം. ഇപ്പൊ ആലോചിക്കേ, ഇപ്പൊ എന്റെ കാലമായപ്പോഴത്തേക്കും പിന്നെ അത് മാറാൻ തുടങ്ങി. എന്നാലും പൊന്നൻ ഇപ്പൊ ഒരു 10ാം ക്ലാസ്സിലായ സമയത്തൊക്കെ പൊന്നന് ഏറ്റവും വലുത് +1 +2 പഠിക്കുന്ന സമയത്ത് ഏതാ നോക്കിയയുടെ മറ്റേ ഫോണാണ്. അതാണ് ഏറ്റവും വലുത്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാർക്ക് ഓരോരുത്തർ അനന്തുവിന് അവന്റെ അപ്പൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അന്നാണ് മറ്റേ സാംസങ്ങിന്റെ കുറച്ച് വീതി കൂടിയ ടച്ച് ഇറങ്ങാൻ തുടങ്ങി. അതായത് ഗാലക്സി ചാമ്പ് കഴിഞ്ഞിട്ടുള്ള ഇറങ്ങാൻ തുടങ്ങി, കുറച്ച് നല്ല സ്ക്രീനൊക്കെ ആയിട്ടുള്ള അതുണ്ടായിരുന്നു. ആ സമയത്താണ് നോക്കിയ ലൂമിയൊക്കെ ഉണ്ടായിരുന്നത്. ലൂമിയൊക്കെ അന്ന് മറ്റേ ഷാനിയുടെ അടുത്ത് അതും ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അന്ന് എന്താ ഉണ്ടായിരുന്നത്, ചെറിയ
അമ്മയുടെ മറ്റേ പഴയ ഉണ്ടല്ലോ നോക്കിയയുടെ ചെറുതെന്ന് പറഞ്ഞ സ്ക്രീൻ ഉണ്ട്, കളറുള്ള സ്ക്രീനുള്ള ചെറിയത് ഉണ്ടല്ലോ. അല്ല അതല്ല, ആ സമയത്ത് എന്റെ ചോദ്യം ഇതാണ്, ആ സമയത്ത് പൊന്നിന് ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യോ എന്റെ കൂട്ടുകാർക്ക് ഇതുണ്ട് എനിക്കിതില്ല, അങ്ങനത്തെ ഒരു ടെൻഷൻ. അല്ല നമ്മൾ സംസാരിക്കാം, കുഴപ്പമില്ല, കറണ്ട് പോയി, എന്നാലും നമുക്ക് കാര്യം ചർച്ച മുമ്പോട്ട് പോകണം. അതെ, ഓടുന്നില്ലേ? ഓടുന്നുണ്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് എന്താന്ന് പറയാ, ഇതിന് എഫക്റ്റിന് ലൈറ്റും വരുന്നുണ്ടല്ലോ. ഇത് തുറന്നിട്ടാൽ വല്ലതും നടക്കും. അത് തുറന്നിട്ടാൽ നമ്മൾ കുറച്ചും കൂടി ഇരുട്ടായി പോകത്തേ. ഉള്ളതിൽ നോക്കാം, നോക്കിയിട്ട് കാര്യമില്ല. അല്ല അതായത് ആ സമയത്തും എന്താണ്, അല്ല ഞാൻ തോന്നിയിട്ടില്ല എന്ന് എനിക്കൊന്നുമില്ല. കാരണം ഞാൻ ആ സമയത്ത് ചെറിയ പ്രായമല്ലേ, 16 വയസ്സ് 15 വയസ്സുള്ള സമയത്ത് കൂട്ടുകാർക്കെല്ലാം ഈ നമ്മൾ TV കാണുന്ന ഫോണ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയ കാര്യം, ഇതേപോലെ അന്ന് വണ്ടി ഉണ്ടായിരുന്ന ഷാനിക്ക് മാത്രമായിരുന്നു. അവൻ്റെ അപ്പൻ്റെ ഒരു പാഷൻ ഇതുണ്ടായിരുന്നു, പാഷൻ പ്രോ എന്തായിരുന്നടാ വണ്ടിയുടെ പേര്? കറക്റ്റ്. എന്തായിരുന്നു ആ വണ്ടിയുടെ പേര്? അപ്പാച്ചെ. അല്ലല്ല, ഒരു മറ്റേ പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി, പാഷൻ പ്രോ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ട്. അന്ന് ആ വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നു, പഴയ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ വലിയൊരു ഇതായിട്ട് ഫിലോസഫി ആയിട്ട് ഞാൻ കണ്ടിരുന്നത്, ഇതേപോലെ ഞാൻ ഒരൊറ്റ വട്ടം ഞാൻ അച്ചാച്ചനോട് വണ്ടിയുടെ കാര്യം ചോദിച്ചിട്ടുള്ളൂ, എനിക്ക് വണ്ടി വാങ്ങി തരും. അതായത് എന്നെ വന്നിട്ട് ഇതേപോലെ കണ്ടിട്ട് ഒരു ആഗ്രഹം മൂത്തിട്ട് ഒരു സ്കൂട്ടറാണ് ഞാൻ ചോദിച്ചത്. അതായത് ചെറിയൊരു മറ്റേ ആക്റ്റീവ് പോലത്തെ പഴയ ആക്റ്റീവ് ഉണ്ടല്ലോ അപ്പടയിലൊക്കെ ഉണ്ടായിരുന്നത്, അതൊരെണ്ണം വാങ്ങി തരുമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം എന്നോട് എൻ്റെ അപ്പം പറഞ്ഞത്, സ്വന്തം അധ്വാനിച്ച് വാങ്ങുന്നതിനെ വിലയുള്ളൂ. എനിക്കപ്പം അന്ന് ആ ഒരു കാര്യം പറഞ്ഞതിലൂടെ എനിക്ക് മനസ്സിലായത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആ പ്രായത്തിൽ അങ്ങനെ തോന്നും, ഏത് ഈ ഫോണ് വേണം ഇത് വേണം. പക്ഷേ നമ്മൾ അധ്വാനിച്ച് വാങ്ങുന്നതിന് വിലയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അധ്വാനിച്ച് എൻ്റെ വണ്ടി വാങ്ങിയപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ എന്നിട്ട് എൻ്റെ 16 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വണ്ടി വാങ്ങിയത്. 24-23 വയസ്സുള്ളപ്പോൾ അത് ഞാൻ എൻ്റെ പൈസയ്ക്ക് അധ്വാനിച്ച പൈസയ്ക്കാണ് വണ്ടി വാങ്ങിയത്. ഇപ്പം നീ അന്ന് നിനക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇവര് +2 മാർക്ക് വേണ്ടി വണ്ടി വാങ്ങി തന്നായിരുന്നെങ്കിൽ നിനക്ക് അതിന് അർത്ഥം ഉണ്ടാവില്ല. പക്ഷെ നീ നിന്റെ പൈസക്ക് നീ ആ വണ്ടി വാങ്ങി ഇവിടെ എത്തി, ആ വണ്ടിയുടെ ലോൺ അടച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ ആ വണ്ടി വാങ്ങിയതിൽ അതായത് നിനക്ക് അതിനോടൊരു വിലയായി, നിനക്ക് അതിന്റെ മൂല്യം എന്താന്ന് മനസ്സിലായി. മറ്റാർക്കും ഇല്ലല്ലോ, എനിക്കറിയാം, മനസ്സിലായല്ലോ. അപ്പൊ ഞാനിതാണ് പറഞ്ഞത്, ആ സമയത്ത് നീ പറഞ്ഞ പോലെ തോന്നിയായിരുന്നു. ഞാൻ അസൂയ വെറും സ്വാഭാവികമായിട്ടുള്ളൊരു തോന്നലാണ്. പക്ഷെ ഇതാണ് ഈ ഒരു എൻ്റെ അപ്പനോട് ഇത് കാര്യം പറഞ്ഞിടത്തേക്ക് ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഫോണും ചോദിച്ചിട്ടില്ല. എനിക്ക് ഫോൺ ആദ്യമായിട്ടൊരു ഫോൺ വാങ്ങി തന്നത് എപ്പോഴാന്ന് പറഞ്ഞു, നല്ലൊരു പുതിയ ഫോൺ വാങ്ങി തന്നത് ഞാൻ ബോംബെ പോയതുകൊണ്ട് എനിക്ക് മറ്റൊരു അന്ന് പിന്നെ ടച്ച് ഫോണുകൾ ഇറങ്ങാൻ തുടങ്ങിയിരുന്നത് ലെനോവോയുടെ ഒരു ഫോൺ വാങ്ങി തന്നെ. അത് അതാണ് സംഭവം. ഇതിലൊന്നും അതായത് ഇത് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇത് നമ്മൾ തോന്നിയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനോട് അതിനോട് പ്രവർത്തിക്കേണ്ട നമ്മുടെ കയ്യിൽ എന്തുണ്ട് കയ്യിൽ. ഇപ്പോൾ ഹിമാലയത്തിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാം, എത്ര നാൾ പോകേണ്ടി വരും. ചുരുങ്ങിയത് ഒരു 15 ദിവസം അതിൽ നിർത്താണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. 15 ദിവസം അതായത് ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നിർത്താണ്ട് പോയി കഴിഞ്ഞ് കറങ്ങി അത്യാവശ്യ സ്ഥലങ്ങൾ കണ്ടുവരാൻ ഞാൻ 15 ദിവസം തിരിച്ചെത്താം. 15 ദിവസം കണ്ട് ഒരു ഇത് പറയുകയാണ്, 3 ദിവസം നിർത്താണ്ട് അങ്ങോട്ടൊക്കെ ഓടിക്കുക, 3 ദിവസം തിരിച്ചു വരിക, ബാക്കി ഒരാഴ്ച അവിടെ കറങ്ങി തിരിച്ചു വരുന്നത് ഒരു 15 ദിവസം ഏറ്റവും കുറഞ്ഞത്. ഇത് പോണെങ്കിൽ വണ്ടി ഇവിടുന്ന് കൊണ്ട് അവിടം വരെ പോയി തിരിച്ചു വരണം എങ്ങനെയല്ലേ ചുരുങ്ങിയത് ഒരു 5000 കിലോമീറ്റർ കറങ്ങേണ്ടി വരും. 5000-6000 കിലോമീറ്റർ കറങ്ങി തിരിച്ചു വരേണ്ടി വരും നമ്മൾ ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ മൊത്തം. ഏറ്റവും ചെറുത് കറങ്ങാൻ കേട്ടോ. ഇത്രയും പോണി 6000 കിലോമീറ്ററിന്റെ പെട്രോൾ അടിക്കണം ഇന്ന് 125 രൂപ അല്ലെ 115 രൂപയുടെ അവസ്ഥയിൽ 6000 കിലോമീറ്റർ പെട്രോൾ അടിക്കണം. എത്ര രൂപ? അത് തന്നെ ഒരു നല്ല എമൗണ്ട് വരും. പിന്നെ ഭക്ഷണം നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഭക്ഷണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഇടയിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്ന വിഷയം, ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ആലോചിച്ച് നമുക്ക് മനസ്സിലായി ഇത് വെറും തോന്നലാണ്. ഇപ്പൊ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, ആ പോകുന്നവർ പോയിക്കോട്ടെ. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, എനിക്ക് പണ്ടും കുറച്ചു കാലം മുമ്പ് വരെ എനിക്കുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ നമുക്ക് ഈ ഇതില്ലല്ലോ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നു എനിക്ക്. അതായത് ഞാൻ ചിന്തിക്കത്തില്ല, ഒരു ആഗ്രഹം തോന്നി എടുത്തു ചാടി ഞാൻ തീരുമാനം എടുക്കും. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ വണ്ടി ഇൻസ്റ്റാൾ ചെയ്തെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും വലിയൊരു പിന്നെ റിഗ്രറ്റ് ചെയ്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അലുമിനിയം റിംസ് വാങ്ങിച്ചതാണ്. അതായത് അതിന് ബെനിഫിറ്റ് ഇല്ല അങ്ങനത്തെ ഒരു അർത്ഥത്തിലല്ല, ഫൈനാൻഷ്യലി എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ ആ പൈസ കൊണ്ട് വേറെ പലതും ചെയ്യായിരുന്നു അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള.
അതായത് ഞങ്ങൾക്ക് റൈഡിങ് ഗിയർ കുറച്ചും കൂടെ പ്രയോറിറ്റി കൂടുതലുള്ള റൈഡിങ് ഗിയർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാങ്ങായിരുന്നു ആ പൈസയില്. 25,000 അത്യാവശ്യം നല്ലൊരു ഒരു റൈഡിങ് ഗിയർ, അതായത് ഷൂ ഇട്, ബാക്കിയെല്ലാം വാങ്ങായിരുന്നു, ഒരു ജാക്കറ്റ് ഇതെല്ലാം വാങ്ങായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്നത്. ഞാൻ പക്ഷെ എൻ്റെ പെട്ടെന്നുള്ള ആഗ്രഹം ഞാൻ അതിലിതാക്കി, അപ്പൊ തന്നെ എന്റെ ആഗ്രഹം ഇതാക്കി. അത് അന്ന് വേണേ എനിക്ക് നിന്നെ തടയായിരുന്നു. ഞാൻ പക്ഷെ എന്താ ചിന്തിച്ച, നിനക്ക് സന്തോഷം തരികയാണെങ്കിൽ ചെയ്തോട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ആ ഒരു അനുഭവത്തിന് ശേഷം അത് വണ്ടിയിൽ ഗുണം ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നത്. വണ്ടിയിൽ അത് 25,000 ആ വണ്ടിയുടെ വണ്ടിയുടെ ക്യാരക്ടറെ മാറ്റിക്കളഞ്ഞു. അതുമല്ല ആ റിമ്മ് ഇപ്പൊ കിട്ടാനും ഇല്ല, അതാണ് വേറെ രസം. അതാരും ലക്കുണ്ട്. അത് ഒരു തരത്തിൽ അവൻ്റെ അടുത്ത് ആ ചാടിയെടുത്ത തീരുമാനം നല്ലതാന്ന് തോന്നി. പക്ഷെ ഇതാണ് ഞാൻ പ്രയോറിറ്റി നമുക്ക് അതിലും ഇതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ളതിന് കൊടുക്കാമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, വേറെ ആ 25,000 അവിടെ കളഞ്ഞുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നിനക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതാണ് വേറെ കാര്യം. അതായത് പക്ഷെ ആ ഒരു അനുഭവം കൊണ്ട് എനിക്കൊരു ഗുണം, ഞാൻ ഒരു കാര്യം പഠിച്ചു. അതായത് നമ്മൾ ഒരു ആഗ്രഹം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മിനിമം ഒരാഴ്ചയെങ്കിലും ആ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കാം. 7ാമത്തെ ദിവസം മിക്കവാറും 90% സമയം നമുക്കൊരു ഉത്തരം ഉണ്ടാവും. അത് കൃത്യമാണോ അല്ലെങ്കിൽ അത് നമ്മുടെ തോന്നലാണോ, അതായത് നമ്മുടെ എന്താ പറയാ, എന്തെന്നാ അതിന് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണോ, ആവശ്യമാണോ ആഗ്രഹമാണോ എന്നുള്ളത് അത് തന്നെ, അതിലേക്ക് നമ്മൾ എത്തും. അതിനുശേഷം ഞാൻ പിന്നെ എന്ത് ഇതാക്കിയാലും ഞാൻ ഒന്ന് ആലോചിക്കും എന്താണോ വേണ്ടത് നമുക്ക്. നീ പറഞ്ഞു, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം അന്ന് നിന്നോടല്ലേ ക്യാമറ വാങ്ങണം, എന്നൊരു ആക്ഷൻ ക്യാമറ വാങ്ങണം, പെട്ടെന്നൊരു ഇത് തോന്നിയിട്ട്. അതെന്താ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇതുപോലെ റൈഡിന്റെ എന്തിന്റെ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അതിന്റെ മൈക്കിന്റെ അഡാപ്റ്റർ വെച്ചിട്ട് അത് ഇളകിപ്പോയി. എന്നിട്ട് പോയത് സമയം എടുത്ത് സംസാരിച്ചെടുത്ത വീഡിയോ മുഴുവൻ കാറ്റ് പിടിച്ചു പോയി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. അത് കയറിയിട്ടാണ് ഞാൻ ആക്ഷൻ ക്യാമറ നോക്കാൻ തുടങ്ങിയത്. ആക്ഷൻ ക്യാമറ ഒക്കെ നോക്കി ഇവിടത്തെ കടകളിലൊക്കെ വിളിച്ച് സംഭവങ്ങളൊക്കെ തിരക്കി നോക്കി. എന്നിട്ട് നീ എന്നോട് 2-3 തൊട്ട് പിന്നെയും ചോദിച്ചില്ലേ ഒരു ഏതായത്. ഞാൻ എന്താ പറഞ്ഞേ, ഇതൊന്നും ആയിരുന്നു ആലോചിച്ച് ഞാൻ 2 ദിവസം പറഞ്ഞല്ലോ, 7 ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിറ്റേ ദിവസം ആയപ്പോഴേക്ക് എനിക്ക് അത്ര വലിയ ആഗ്രഹം ഇല്ലാതെ മനസ്സിലായി. 2ാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ സാധനം എൻ്റെ ഇപ്പോൾ ഉള്ള ക്യാമറയുടെ സെറ്റപ്പ് മുഴുവൻ മാറ്റി, കേജൊക്കെ മാറ്റി, സാധനം നല്ല ഇതിൽ സെറ്റ് ചെയ്ത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സാധനം സെറ്റ് ചെയ്ത് പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കും, പിന്നെ ഇതെടുത്ത് നോക്കുമ്പോൾ മൈക്കിന് പ്രശ്നമില്ല. അപ്പം ഞാൻ ചെന്നാൽ പിന്നെ ഇത് ഇങ്ങനെ പോവാം. 2 ദിവസം എടുത്തുള്ളൂ, 2 ദിവസം കൊണ്ട് മനസ്സിലായി. ഇല്ലെങ്കിൽ അപ്പം ഇവൻ എന്നോട് പറഞ്ഞു വാങ്ങിക്കോളാൻ പറഞ്ഞ, വേണമെങ്കിൽ നമുക്ക് വാങ്ങാമായിരുന്നു, 10,000-60,000 രൂപ എടുത്ത് നമുക്ക് വാങ്ങാം, EMI ഇട്ട് വാങ്ങാം. പക്ഷെ പിന്നീട് ആലോചിച്ച് ഇത് നമ്മൾ കുറച്ചും കൂടി ഇരുത്തി ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇത് അപ്പത്തെ ഒരു പ്രശ്നത്തിന് പുറത്തുള്ള ഒരു ആഗ്രഹം മാത്രമാണ്. ഞാനത് പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പിന്നെ ആക്ഷൻ ക്യാമറയെന്നേ വന്നിട്ടില്ല. കാരണം എനിക്കതിന് പ്രസക്തി ഇല്ല. എനിക്ക് പിന്നെ ജീവിതത്തിന് അതിന് പ്രയോറിറ്റി കുറഞ്ഞല്ലേ. അതെ, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതേപോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി ഇതാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലും തോന്നൽ പെട്ടെന്ന് വന്നു, അവിടെ ഹോൾഡ് ചെയ്യുക, ഒരാഴ്ച പിടിച്ചതിനെ വെക്കുക, ഒന്നും ആയതൊക്കെ. ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഭൂരിപക്ഷം പേർക്ക് ഒരു തീരുമാനം ഉണ്ടാവും. ആ കണ്ടതിന്റെ തരിപ്പിലുള്ള തോന്നലാണോ അല്ലെങ്കിൽ ആഗ്രഹമാണോ എന്നുള്ളതിന് വ്യക്തമായ ക്ലിയർ ആൻസർ ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതേപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനം. അതെ, അതാണ്. അപ്പോൾ അതിന് മുമ്പോട്ട് പൊക്കോളുക. പിന്നെ ഇതേപോലെ എന്താ ഈ ആൾക്കാർ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം നോക്കി ആൾക്കാർ എപ്പോഴും അവരുടെ നല്ല ഭാഗങ്ങൾ മാത്രമേ ഇടുള്ളൂ. അതെ, ഇൻസ്റ്റഗ്രാമിൽ നോക്കിയേ, ഒന്നുകിൽ ഏറ്റവും പോളിഷ് ചെയ്ത് ഇതായത് മോടി പിടിപ്പിച്ച സാധനമായിരിക്കും ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഏറ്റവും വൾഗർ അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കുറ്റം ഇതായിരിക്കും. ഇതിന്റെ രണ്ടിന്റെ നടുവിലായിട്ടുള്ള കണ്ടന്റുകൾ കയറി വരൂല. അതെ, ഒന്നുകിൽ വൾഗർ, അതായത് അല്ലെങ്കിൽ പോളിഷ്ഡ്. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ഞാൻ ട്യൂട്ടൻ എടുത്ത് അതിനെക്കുറിച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയ ശേഷം എൻ്റെ ഫീഡിൽ മൊത്തമുള്ള ട്യൂട്ടൻ്റെ നെഗറ്റീവ് വീഡിയോസ്. ഒരാൾ പോലും പോസിറ്റീവ് പറയുന്ന വീഡിയോ ഇല്ല, ഒരാൾ പോലും. എല്ലാം വണ്ടി കംപ്ലൈന്റ് ഉണ്ട്, സത്യമാണ്. ഞാൻ പറയുന്നതാണ്, ഞാൻ ആലോചിക്കുന്ന അൽഗോരിതത്തിന്റെ ട്രിക്കേ. അതായത് ഇത് ഫുള്ള് നെഗറ്റീവ് സാധനം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പ്രശ്നം, എല്ലാവർക്കും ഇത് നെഗറ്റീവ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നതാണ്, അതായത് ഇപ്പൊ എനിക്ക് എൻ്റെ വണ്ടി ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അനുഭവം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഇത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീഡിൽ മൊത്തം നെഗറ്റീവ് കണ്ടവരുടെ ഇല്ല. അപ്പൊ അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഫുള്ളും നെഗറ്റീവ് അടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് ഒരുത്തം പോസിറ്റീവ് പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഇവന് പൈസ കൊടുത്ത് ചെയ്തതാണെന്നുള്ള ഇതാണ്. അതായത്
എന്നാ ചിലപ്പോ അവൻ ഹാപ്പി ആയിരിക്കും. ഒരാളും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ മൈൻഡ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ വണ്ടി എടുത്ത് ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ്, ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഇരുന്ന് സംസാരിച്ചത്. നമ്മൾ 1000 കിലോമീറ്റർ ഞങ്ങൾ ആദ്യം ആ വണ്ടി എടുത്തപ്പോ തൊട്ട് ഈ വണ്ടിയെ ഞങ്ങൾ ഒരു കുറ്റവും ഇതുവരെ ഞങ്ങൾക്ക് പറയാനിടയുണ്ടായില്ല. ഞങ്ങൾ ആദ്യം ഒരു 1.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച് ഡീറ്റെയിൽ പറയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞാലും ആൾക്കാർ. അതിനുശേഷം എനിക്ക് തോന്നി അവർ 6-7 വീഡിയോസ് ഇത് അല്ലാന്ന് പറഞ്ഞിട്ട് കമന്റുകൾക്ക് റിപ്ലൈ കൊടുത്തും അല്ലാണ്ട് മറ്റേ എന്താ പറയുക നമ്മൾ ഓരോ ചോദ്യങ്ങൾക്ക് റിപ്ലൈ കൊടുത്തും സംഭവം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ഇത് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് നീ പിന്നെ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം, പിന്നെ RTXന്റെ വീഡിയോ ഇതൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് ഒരേ കാര്യമുള്ളൂ. അതായത് ഇവരുടെ ഫീൽഡിൽ ഇവർ കാണുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പൊ ഇവരുടെ വിചാരം ഇതെല്ലാവർക്കും ഇങ്ങനെയാണെന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ അനുഭവമേ അല്ല ആ വണ്ടി തന്നത്. ആ വണ്ടിക്ക് ഇവർ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ നേരിട്ടിട്ടില്ല. ഇവരാകെ പറഞ്ഞൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഹീറ്റിങ്ങിൻ്റെ ആണ്. ആ ഹീറ്റിന്റെ കാര്യം ഒരു 100 തവണ പറഞ്ഞു. എത്ര ഇതിൽ പറഞ്ഞു എന്ന് അറിയില്ല. ഇത് നമ്മൾ മറ്റേ വണ്ടി ഓടിച്ച ആളെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ ചൂടൊന്നൊരു ചൂടല്ല. അതെ, പിന്നെ ഇതെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ്. എന്റെ കാലൊക്കെ കോഴി ഫ്രൈ ആവുന്ന പോലെ മറ്റേലിരുന്ന് ഓടിച്ചു പോയിട്ട് ആയിട്ടുണ്ട്. ഇത് നമ്മളിത് പറഞ്ഞ ആൾക്കാർ ഇത് ആദ്യമായിട്ട് ഒരു വണ്ടി പൊരുത്തം എടുക്കുക. ഞാനത് എപ്പോഴും ചിന്തിക്കുന്നതാണ്. അവൻ ഈ 2 ടൺ ആണ് എടുക്കുന്നത് ആദ്യമായിട്ട്. അവൻ ആഗ്രഹിച്ച് അത് വാങ്ങി. അവൻ ഇതിനെ പറ്റി വണ്ടികളെ പറ്റി ധാരണയില്ല. ഈ വണ്ടികൾ ഓടിച്ച ആൾക്കാർക്കാണ് ഇത് പ്രശ്നമില്ലാത്തുള്ളൂ. എനിക്ക് മനസ്സിലായത് വേറെ വണ്ടികൾ ഓടിച്ച ആൾക്കാർക്ക് ഇത് ഇവനെ നോക്കുമ്പോൾ ഇവന് ആദ്യമായിട്ട് നോക്കുമ്പോൾ ചൂട് ഒരു സൈഡിൽ നിന്ന് മാത്രം ചൂട് വരുമ്പോൾ അവൻ ചിന്തിക്കും ഇതെന്ത് ഒരു സൈഡിൽ നിന്ന് മാത്രം. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഇങ്ങനെ ഈ വണ്ടിക്ക് ചൂട് പാടില്ല, ഈ മണ്ടന്മാർ പറയുന്നതാണ് ഈ വണ്ടിക്ക് ചൂട്. ആ വണ്ടി പിന്നെ എങ്ങനെ അതിന്റെ എയർ ഏതി കൂടെ കളയും? ആ കമ്പനി അത്രയും പൈസ കുറച്ച് അത്രയും ടെക്നോളജി കയറ്റി ആൾക്കാർക്ക് ഓഫ് റോഡും ഓൺ റോഡും ഓടിക്കാൻ പാകത്തിന് അങ്ങനെ R&D ചെയ്ത് ഇറക്കിയ ഒരു സാധനം. അതിന് ചിലപ്പോൾ കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ടാകും. അതെ, ഇത് നമ്മൾ ചിന്തിക്കുന്ന ഇത് എല്ലാം തികഞ്ഞിട്ട് ദൈവം ഉണ്ടാക്കി വിടുന്നില്ല. അതായത് ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ ഒരു ഇതായിട്ട് പറയുന്ന വണ്ടികളാണ് ഓഫ് റോഡിങ്ങിലുള്ളതാണ് എക്സ്പൾസ് 200 അതേപോലെ ഹിമാലയൻ 411. ആദ്യം ഒന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് ആ വണ്ടി പെർഫെക്റ്റ് വണ്ടിയാണ്. രണ്ടിനും കംപ്ലൈന്റുകൾ ഇഷ്ടം മാതിരി ഉണ്ട്. ഞങ്ങളുടെ 411 ഇപ്പോഴും ടാപ്പറ്റിന്റെ ഒച്ച അതിന്. പക്ഷെ എന്താ ഇത് നമുക്ക് അതൊരു പ്രശ്നമല്ല. അതായത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം, നമ്മള് എല്ലാം പെർഫെക്റ്റ് വേണം അല്ലെങ്കിൽ എല്ലാം ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പോട്ടെ കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. പ്രശ്നം വരുന്നവരും ഉണ്ടാവും. അതായത് വണ്ടിക്ക് ശരിക്കും കംപ്ലൈന്റ് ഉള്ളവരും ഉണ്ടാവും. ഇതെവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊന്ന നേരത്തെ പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധേഡാവാണ്ട് ഒരു പുതുതായിട്ട് ഇങ്ങനത്തെ സംഭവത്തിലേക്ക് വരുന്നവര് ഇങ്ങനെ ഇതാവുന്നു, പ്രശ്നം നേരിടുന്നു. അതായത് അവർക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് പ്രശ്നമല്ല, അവർക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ചൂട് അല്ലെങ്കിൽ ഇതിന് വെയിറ്റ് അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇത് അവൻ നേരെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തുറക്കുമ്പോൾ കാണുന്ന ഫീഡ് ഇതേപോലത്തെ ഇതുള്ള എല്ലാവരും കൂടി ഇത് നെഗറ്റീവായിട്ട് പറയുന്ന വീഡിയോയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവന് എന്ത് ചിന്ത വരും? ഈ വണ്ടി എടുത്ത് പണി കഴിഞ്ഞാൽ ഇത്രയും പൈസ ഇനി അടുത്ത മാസം EMI അടക്കണല്ലോ, ഇതാണല്ലോ എടുത്ത് നാശമായി. പിന്നെ നമുക്ക് ഇതിന് ഈ ഒരു സാധനം ഇത് നമ്മളെ ഇതിനെ നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു ജീവനുള്ള വസ്തുവിനെ പോലെ സ്നേഹിക്കണം നമ്മൾ. എന്നാലാണ് നമ്മൾ വണ്ടികളെ സ്നേഹിച്ചാലാണ് വണ്ടികൾ നമ്മളെ ആസ്വദിക്കാൻ പറ്റണ്ടേ. ഇത് ചുമ്മാ A to B നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി എന്നുള്ളതാണ്. നമുക്ക് നോർമൽ വല്ല ബൈക്ക് വാങ്ങിച്ചാൽ പോലെ എന്നാലും നമ്മൾ സ്നേഹിക്കണം അതിനെ. എന്തൊരു സാധനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വണ്ടികൾ എന്ന് പറയാൻ അതായത് നമ്മൾ അതിനോട് പെരുമാറുന്ന പോലെയാണ് അത് നമ്മളോട് തിരിച്ചു പെരുമാറുള്ളൂ. ഇപ്പം നമ്മൾ ആ വണ്ടികളിൽ നെഗറ്റീവ് മാത്രം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി നമുക്കൊരു ബാധ്യതയാണ്. അതെ, ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂ പറഞ്ഞതിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ള ഇഷ്ടമുള്ള വണ്ടി എടുക്കണം, മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടല്ല വണ്ടി എടുക്കണ്ടേ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അത് നമുക്കൊരു കഷ്ടപ്പാട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ മറ്റുള്ളവർ വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി എടുത്താൽ ഒരു കാരണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുത്തർ എന്നോട് ചോദിച്ചു ഇതേപോലെ വണ്ടി എങ്ങനെയുണ്ട്, ആ വണ്ടി എങ്ങനെയുണ്ട്, ഈ വണ്ടി എങ്ങനെയുണ്ട് ചോദിച്ചു. ഇമ്പൾസ് എങ്ങനെയുണ്ട് അന്ന് മറ്റേ വന്നപ്പോഴേ ഞാൻ പറഞ്ഞത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പൈസക്ക് അനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞത്. 1 ലക്ഷം രൂപ ഉണ്ട്, 1 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കുക. 1.5 ഉണ്ട്, 1.5യുടെ ഉള്ളിൽ ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കുക. അല്ലാണ്ട് BMW സ്വപ്നം കണ്ടിട്ട് 1 ലക്ഷം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിനെ സ്നേഹിക്കണം. അതിന് അതിൻ്റെതായ കുറവുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സഹോദരന്മാരിരിക്കുന്ന പോലെ
എല്ലാം തികഞ്ഞവരല്ല. നമ്മൾ സഹോദരമാണ്. എന്താ നമ്മൾ അവരുടെ കുറ്റങ്ങൾ ക്ഷമിച്ച് നമ്മൾ അവരുടെ നമ്മൾ അവരുടെ കൂടെ പോവാണ്. ഇത് നിസ്സാരമായ കാര്യം. ഇത് ഈ മറ്റുള്ളവർ പറയുന്ന കേൾക്കാതെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അതേപോലെ വണ്ടികളെ നമ്മൾ സ്നേഹിക്കണം. ഇപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്ത് ആ വണ്ടിക്ക് ഇതേപോലെ ടാപ്പറ്റിന്റെ ഒച്ചടക്കി വരാറുണ്ട്. ഇത് ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്തതിന് കാരണം ഞങ്ങളുടെ മറ്റേ വണ്ടിയുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അത് സ്ഥിരം കേട്ട് ശീലമായതുകൊണ്ട് അതൊരു വിഷയമല്ല. കാരണം നമുക്ക് എന്താ മനസ്സിലായി, ഈ വണ്ടികൾ മെക്കാനിക്കലി ഓടുന്ന, അതായത് നട്ടിലും ബോട്ടിലും ഓടുന്ന സാധനം. അപ്പൊ ചിലപ്പോ അതിന്റെ ചില സാധനങ്ങൾക്ക് തേയ്മാനം പെട്ടെന്ന് കൂടും. നമുക്കെന്താ ഒരു പരിധി വരെ നമ്മളൊരു മയത്തിൽ ആ വണ്ടി ഓടിക്കേണ്ട രീതിയിൽ ഓടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ഈ എൻജിൻ ബ്ലോക്ക് ഹെഡ് മാറ്റിയ ആൾക്കാർക്ക് ഞാൻ 100% ഉറപ്പ് വരാം, അവർ കിട്ടിയ പാടാനെ വണ്ടി 100 പായിച്ചിട്ടുണ്ടാകും. അല്ല, അത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതല്ല, കാരണം ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ ഈ ബ്രേക്കിംഗ് പീരീഡിൻ്റെ സമയത്ത് അതിനകത്ത് മെറ്റൽ പീസുകൾ ഇളകി വരുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടല്ലോ, ഇത് കമ്പനി തന്നെ പറയുന്നുണ്ട് ഒരു മയത്തിൽ ഓടിക്കാൻ. നമ്മളൊരു മയത്തിൽ ആ വണ്ടിയെ കൊണ്ട് ഓടിച്ച് അതിൻ്റെ ബ്രേക്ക് ആ എൻജിനും പീസുകൾ എൻജിൻ്റെ ഗിയറുകളെല്ലാം ഒന്ന് സീറ്റിംഗ് ആവണം. അതാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് പതുക്കെ ഇറങ്ങി വരേണ്ട കഷ്ണം ചിലപ്പോൾ വലിയ പീസൊക്കെ ആയിട്ട് ഇളകി വരും. അതായത് ഇപ്പോൾ ഒരു നാര് പോലെ വരേണ്ട സാധനം ഒരു നീളത്തിലൊരു നൂലിൻ്റെ കഷ്ണം പോലെയൊക്കെ വന്നു എന്ന് ചിന്തിക്കുക. ഈ പീസ് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഉടക്കും. ഇത് പിന്നീട് ഭാവിയിൽ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ഈ കിട്ടിയ പാടെ തന്നെ ആ വണ്ടി അതേപോലെ ഓടിക്കേണ്ട ഒരാഴ്ചത്തെ കാര്യമുള്ളൂ. ഒരാഴ്ച കൊണ്ട് സുഖമായിട്ട് 500 കിലോമീറ്റർ കടത്തി സർവീസ് എടുത്ത് ഓയിൽ മാറ്റാം. ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഈ എൻജിൻ ഹെഡ് മാറ്റിയവര് ഇതിന്റെ ഈ ഒച്ച കാരണമാണ് മാറ്റിയത്. അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഈ ഒച്ച ശരിക്കും ഒരു വലിയ പ്രശ്നമായിരുന്നു അല്ലയോ എന്ന് ഇവർ നോക്കിയെന്നുള്ളതാണ്. വണ്ടിയുടെ പവറിൽ വല്ല വ്യത്യാസം വന്നു അങ്ങനെ എന്തെങ്കിലും ഇതായെന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഈ ഒച്ച കേട്ടപ്പോഴേക്കും ചിലപ്പോൾ ഹോണ്ടയും അങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിച്ച് വന്നതായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് അംഗീകരിക്കാൻ പറ്റാത്തയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ അതല്ല പറയുന്നത്. എൻ്റെ മൈൻഡിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമുക്ക് എല്ലാം ഇപ്പോൾ വരാമെന്ന്, അതായത് എല്ലാം തികഞ്ഞ ഒരു സാധനം ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ കിട്ടൂല. എന്തെങ്കിലും കുറവുണ്ടാവും അതിന്. അതായത് അതിൻ്റെ ആ ഒരു കുറവിനെ നികത്താൻ എന്തെങ്കിലും പോസിറ്റീവ് പ്ലസ്സും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സ്പൾസിന് എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ടോപ്പ് സ്പീഡ് ഇല്ലെങ്കിൽ, അതിൻ്റെ ഇത് പ്ലസ് പോയിന്റ് എവിടെയാന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുപോയിട്ട് നേരെ ഒരു ട്രാക്കിലേക്ക്, ഓരോ ഓഫ് റോഡ് ട്രാക്കിലേക്ക് ഇറക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നുമല്ല, അത് വേറെ ഒരു ലെവല് സാധനമാണെന്നുള്ളത്. അതായത് അത് വേറെ ലെവല് സാധനം എന്നുള്ളത് അപ്പോഴേ മനസ്സിലാകത്തുള്ളത്. ഒരാള് ഫുള്ള് റോഡ് ട്രാവൽ ചെയ്യുന്ന ഒരാള് ലഗേജ് എല്ലാം ഊരി മാറ്റി എക്സ്പൾസ് എടുത്ത് ഒരു വട്ടം ഒരു ഓഫ് റോഡ് കൊണ്ട് ഒരു ചരലി കൂടെ, ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ടെക്നിക്കൽ ടെറൈനിലൊന്നും പോകണ്ടേ, മറ്റേ റോഡ് പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ കൂടെ പോയാലും ഒന്ന് പോയാൽ മതി, ഒന്ന് എണീച്ച് നിൽക്കുക, അതൊന്ന് പോവാ, ഒന്ന് ഇതായ അപ്പം മനസ്സിലാവും ആ വണ്ടിയിൽ എവിടെയാണ് അത് ശോഭിക്കുന്നതെന്നുള്ളത്. അതായത് ഓരോന്നിനു വേണ്ടി ഉള്ളതാണ്. എല്ലാം തികഞ്ഞ ഒരു വണ്ടി ഒരിക്കലും ലോകത്ത് ഉണ്ടാവൂല. അങ്ങനെ ഒരു വണ്ടിയെ ഉണ്ടാവോ? എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പൊ ഏറ്റവും ലോകത്ത് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വണ്ടി BMW GS ആണ് കരുതുക. അതിന്റെ പ്രശ്നം എവിടെയാ? അതൊന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ പറ്റില്ല. ഭാഗ്യം മറ്റേ അതിന് ബോക്സർ എഞ്ചിൻ ആയതുകൊണ്ട് അത് തള്ളി നമുക്ക് സ്റ്റാൻഡിൽ ഇട്ട പോലെ നിൽക്കുള്ളൂ. നമുക്ക് എങ്ങനെയും തള്ളി മുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞ അതിനങ്ങനെ ഇനി ഏറ്റവും ടോപ്പ് സ്പീഡ് അടിക്കുന്ന ഇപ്പൊ ഒരു S1000 RR അല്ലെങ്കിൽ പാനികാല V4 അല്ലെങ്കിൽ H2 ഈ വണ്ടികൾക്കൊക്കെ എന്താ എത്ര നേരം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും കുനിഞ്ഞിട്ട്? എത്ര പേരെ കൊണ്ടത് പറ്റും? പിന്നെ അതല്ല, അത് 300 കിലോമീറ്റർ സ്പീഡിൽ പോകും. 300 കിലോമീറ്റർ സ്പീഡിൽ എത്ര നേരം പോകാൻ പറ്റും? അതിലാണ് കാര്യം. ആ 300 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിയുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് എത്ര പെട്രോൾ കത്തിത്തീരുന്നത്. അതായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയില്ല. പിന്നെ അത് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയാൻ പറ്റുന്നത്, അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസിങ് ആണ്. ഇതിപ്പോ നമ്മൾ ഒരു സാധനം സ്പീഡ് കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കംഫർട്ട് കളയണം, കംഫർട്ട് കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ സ്പീഡ് കളയണം. നമുക്കിനി ഓഫ് റോഡും ഇതും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടും ഇതും ഉണ്ടാവില്ല, സ്പീഡും കുറവായിരിക്കും. നമ്മളപ്പോൾ അതായത് ഒരെണ്ണം നമുക്ക് ആഗ്രഹിക്കുമ്പോൾ മറ്റേ നമ്മൾ സാക്രിഫൈസ് ത്യജിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ബാക്കി കാര്യങ്ങൾ ത്യജിക്കണം.
ഇപ്പോൾ ഈ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു ടൂറിങ് ഇതിനും പറ്റിയ ഒരു ഓൾറൗണ്ടർ ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ. പക്ഷെ എന്താ, ഈ വണ്ടികൾക്ക് സ്പീഡ് കുറവാണ് പൊതുവെ. അതെ, നമുക്ക് ആ സ്പീഡിൽ ക്രൂസിങ് കുറവാണ്, കംഫർട്ടായിട്ട് ക്രൂസ് ചെയ്യാൻ. കാരണം എഞ്ചിൻ നല്ല കണ്ടമാനം സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആഗ്രഹത്തിന് നമ്മളൊരു വണ്ടി വാങ്ങിയാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്യജിച്ചേ പറ്റുള്ളൂ. അപ്പം അതിനനുസരിച്ച് അതിന് കുറവുകളുണ്ടാവും. നമ്മളപ്പോൾ എന്താഗ്രഹത്തിനാണോ വാങ്ങിയത് അതിലെ ആ വണ്ടിയെ സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഈ കുറവുകൾ ഈ കൂടുതലിലേക്ക് മാറ്റിയാൽ മതി. അപ്പം ഈ കുറവുകൾ നമ്മൾ കാണാണ്ടാവും. അതെ. അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് പറയേണ്ട കാര്യങ്ങളോ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ വണ്ടികളെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് ഈ കുറ്റങ്ങളെല്ലാം ഇതാവുന്നത്. അതല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരു കമ്പനി ഇറക്കിയ വണ്ടി ഇറങ്ങിയ പാടെ തന്നെ വണ്ടികളെല്ലാം നിന്നു പോവുക. ഓടിക്കുമ്പോൾ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു 10-30-50 കേസുകൾ വരികയാണെങ്കിൽ രസമുണ്ട്. ഈ പറഞ്ഞ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ സാധാ എഞ്ചിനുകളിൽ കേൾക്കുന്ന പ്രശ്നങ്ങൾ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവർ എലിയെ പിടിച്ച് ഇല്ലം ചൂടുന്ന അവസ്ഥയിൽ ടാപ്പറ്റ് വച്ച കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഹെഡ് അങ്ങ് മാറ്റി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖം അതാണ്. ഒരു പ്രശ്നം ഉണ്ടെന്ന്, അതായത് ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയ സാധനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിറ്റ് മുഴുവൻ മാറ്റുന്നതാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും സുരക്ഷിതത്വമുള്ള കാര്യം. അതുകൊണ്ടായിരിക്കും ഈ ഹെഡെല്ലാം മാറ്റിയിട്ടുണ്ടാവാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാണ്ട് അവർക്ക് ഇതിപ്പോൾ ഈ പ്രശ്നം ഇത് എവിടുന്ന് ഈ ഒച്ച വരുന്നതെന്ന് ഇത് വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടോ, അല്ല ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കമ്പനി എന്താ ചെയ്ത് നേരെ ഇത് മാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അതിന് പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലോ. ഇനി അതായത് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇത് തപ്പിപ്പോകുന്നതിന് നല്ലത് പുതിയ ഇറങ്ങിയ ബാച്ചിലെ ഹെഡിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ പ്രശ്നം ചെറിയ മൈന്യൂട്ട് ചിന്തിക്കുന്ന പോലെ അവർക്ക് അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ കമ്പനിയിലെ സാധനങ്ങൾ റീപ്ലേസിങ് ആണല്ലോ, എല്ലാം റിപ്പയറിങ് ഇല്ല, എല്ലാം റീപ്ലേസിങ് ആണ്. അത് ഇതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഫോമോയുടെ കാര്യമാണ് പറഞ്ഞു ഇതിന്റെ ഇതിലേക്ക് പോയി. പക്ഷെ ഇതാണ് ഇതിന്റെ ഉള്ളിലൊരു ഫോമോ ഉണ്ട്. അതായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇതുണ്ട്, അപ്പൊ ഞാനും കൂടെ ഇതിനെക്കുറിച്ച് പറയാം. അതായത് അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ളവരുണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ ചെറിയ ഒച്ചയുടെ ഇത് പറയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിലൊക്കെ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒച്ചയ്ക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോഴും ചിലർക്ക് സംശയമാവും. അതുണ്ട്. ഇവനെ പണ്ടങ്ങനത്തെ ഒരു തൂക്കേടുണ്ടായിരുന്നു. മറ്റേ വണ്ടിയിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒച്ച കേട്ടിട്ട് വരും. എന്നിട്ട് പിന്നെ ഒരാഴ്ച അതിന്റെ പുറത്താക്കി ഈ ഒച്ച എന്താണെന്ന് കണ്ടുപിടിക്കല്. ഞാൻ പണ്ടേതല്ലേ എന്തായാലും പറ്റിക്കുക. എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ നന്നാക്കുക. ഞങ്ങൾ എന്തൊക്കെ അഭ്യാസം കാണിച്ചാൽ അഭ്യാസം കാണിച്ചിട്ട് ഞങ്ങളൊരു സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ട് അതെ ഒരു കാര്യമില്ലാണ്ട് മാറ്റിയതാ. പിടിച്ച് ടൈറ്റാക്കി സ്പാർക്ക് പ്ലഗ് പൊട്ടിച്ച് ഹെഡിനകത്ത് ഇതാക്കി. അതെ. എന്നിട്ട് ആ വണ്ടി ഹെഡ് അവിടെ എടുത്തുകൊണ്ട് പോയി ഹെഡ് ഊരി മാറ്റി അത് അവർ വെൽഡ് ചെയ്ത് പുറത്തേക്ക് എടുത്ത് അതിനുശേഷം പിന്നെ അവർ ഹെഡ് ഇട്ടതിൽ അതിലെന്തോ സാധനം മിസ്സായി പറഞ്ഞിട്ട് പിന്നെ ലീക്കായിരുന്നു. പിന്നെ മാറ്റി, പിന്നെ അവിടെ കമ്പനി കൊണ്ട് കൊടുത്ത് പിന്നെയും ഇതേപോലെ ചെയ്ത് ടൈമിംഗ് ചെയിനും മറ്റേ ക്യാം ഷാഫ്റ്റും ഇതെല്ലാം മാറ്റി. അപ്പോഴാണ് അവർ പറഞ്ഞ ക്യാം ഷാഫ്റ്റിനകത്ത് ഒരു സ്ക്രാച്ച് കൊണ്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ഞാൻ ചിന്തിക്കുന്നത് പറയുമ്പോൾ വണ്ടി നമ്മൾ ചെയ്താൽ മാറ്റിക്കോളുക, ഇതിപ്പോ നന്നാക്കാൻ പറ്റി നന്നാക്കിക്കോളുക. ഇപ്പൊ കമ്പനി അത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാം. അതെ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കമ്പനി അവർ പറയാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചോദ്യം ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഇത് മാറ്റാവുന്ന കാര്യമുള്ളൂ, നിസ്സാര കാര്യങ്ങളുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മള് എന്താ പറയാ, നമ്മൾ ഓരോരോ ഇത് നമ്മുടെ സന്തോഷം സമാധാനം വെറുതെ തകർത്ത് ഇതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ കയ്യിലുള്ള വണ്ടീനെ കൂടെ നമ്മൾ വെറുക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇത് ഭയങ്കര പ്രശ്നമാകുന്നത്. ഇപ്പം ഈ ഫോമോയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, അതായത് നമുക്ക് നമ്മുടെ സമാധാനം സന്തോഷം ഇല്ലാണ്ടാവുകയാണ്. അതെ, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും. നമ്മളൊന്ന് ഒരു വീക്കെൻഡ് റിലാക്സ് ചെയ്ത് പണിയെല്ലാം കഴിഞ്ഞ് ഇന്ന് ഫ്രീ അങ്ങനെ ഫോൺ തുറക്കുന്നതായിരിക്കും. ആദ്യം തന്നെ കാണുന്ന ഇതായിരിക്കും, ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുന്നു, ഞാൻ മണാലിയിലുണ്ട്, ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥകളുണ്ട്. നിങ്ങളല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷറി റിസോർട്ടിൽ പൂളിൽ നീന്തുന്നതായിരിക്കും. നമ്മള് പാവം ഒരു ചായയും കുടിച്ച് സമാധാനത്തോടെ റിലാക്സ് ആയിരിക്കും. ഈ പന്ന സാധനങ്ങൾ ഇതെല്ലാം കണ്ട് ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഇവനൊക്കെ ഇത്രയും പ്രായത്തിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് അടിക്കും. നമ്മൾ ചിന്തിക്കാം, നമ്മളത് ഒരു തരത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി ചിന്തിച്ചാൽ മതി. അവൻ ചിലപ്പോ അവൻ അധ്വാനിച്ച് അത്രയും കഷ്ടപ്പെട്ട് ഇതാക്കിയതായിരിക്കും, അവൻ ആഘോഷിക്കട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് ശീലിപ്പിച്ചൊരു കാര്യമാണ്, ഒരാൾ നമ്മളെക്കാളും ഉയർന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ സന്തോഷം അത് ചിന്തിക്കുക. അവൻ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും, അവൻ അധ്വാനിച്ച് നേടിയതായിരിക്കും, അവൻ്റെ ജീവിതം ആസ്വദിക്കട്ടെ. എനിക്ക് എൻ്റെ അവസരം വരും, എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ വരില്ലായിരിക്കും, ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടോ ആയിരിക്കും. നമുക്ക് എന്താ ക്ഷമയാണ് വേണ്ടത്. നമ്മൾ അധ്വാനിക്കുന്ന ഫലം തിരിച്ചു കിട്ടാനുള്ള ക്ഷമ വേണം. നമ്മളിപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് 1 ലക്ഷം രൂപയുടെ
റിസോർട്ടിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ നീന്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. നമുക്ക് ക്ഷമ വേണം. നമുക്ക് ഇപ്പം അവൻ ആസ്വദിച്ചോട്ടെ, അവൻ്റെ ജീവിതം അവൻ ആസ്വദിക്കുക, അതിൽ സന്തോഷിക്കുക. നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഈ നെഗറ്റീവ് എനർജികൾ നമ്മളുടെ ജീവിതത്തിലാക്കിയിട്ട് നമ്മൾ പിന്നെ കാണുന്നത് മുഴുവൻ ഇതായിരിക്കും. 2 രീതിയിൽ നമുക്ക് ഒരു ഇതിനെ നമുക്ക് നേരിടാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞ ഇതാണ്, നമുക്ക് എന്താ പറയുക, ഓക്കെ അവൻ നല്ല കാര്യം അവൻ ഇതാക്കട്ടെ, എനിക്ക് എൻ്റെ ഒരു സമയം വരും, ഞാൻ എൻ്റെ ഇതിൽ പതിയെ നേടാന്നുള്ളതുണ്ട്. ഭൂരിപക്ഷം പേർക്ക് ആ പതിയെ നേടാന്നുള്ള സമയം എടുത്ത് ചെയ്യാന്നുള്ളതിനോട് താല്പര്യമില്ല. അതിപ്പോൾ നമുക്കാണില്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. നാളെ ഞാൻ ഒരു ദിവസം എൻ്റെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പം ഞാൻ ഈ പ്രായത്തിൽ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് ഭൂരിപക്ഷം പേർക്ക് ഉണ്ടാകുന്നത്. അത് നമുക്കുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്, എന്നാൽ എനിക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യാന്നുള്ള മാർഗ്ഗമാണ് അടുത്ത് നമ്മൾ നോക്കണ്ടേ. അതായത് നമുക്ക് ഇപ്പം ചെയ്യുന്ന ജോലിയിൽ ഞാൻ ഇത്രയും രൂപയാണ് സമ്പാദിക്കുന്നത്, എനിക്ക് പക്ഷെ കുറച്ചും കൂടി ഇത്രയും സമ്പാദിക്കണം, ആ ഒരു ടാർഗറ്റ് ഇടുക. എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഈ ജോലിയിൽ നിന്ന് മാറണോ? ഇതിനൊക്കെ എത്ര ഉള്ളൂ. ഇതിനുള്ള ആകെ ഉത്തരം എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനാണ്. അതെ, നമുക്ക് ഇപ്പൊ അവരെ പോലെ ജീവിതശൈലി മാറ്റണമെങ്കിൽ ഇപ്പൊ അതായത് ഒരു 9 മണിക്കൂർ പണിയെടുക്കുന്ന ഒരുത്തൻ 18 മണിക്കൂർ പണിയെടുക്കണം. അതെ, ഇത് പറഞ്ഞിട്ട് അതായത് ഞാൻ പറയുന്നതിന്റെ ഉദാഹരണം, ഞാൻ എണീക്കുമ്പോൾ തൊട്ട് കിടക്കുന്ന വരെ പണിയെടുക്കുന്ന ഒരുത്തനാണ്. എനിക്ക് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഒരു ലക്ഷ്യം കാണാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പ്രത്യേകിച്ച് അതായത് പറയത്തക്ക വിധത്തിൽ ഒരു ഇതുമില്ല. ഏത് പറയാൻ ഇപ്പോൾ ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളോ നമുക്ക് ഒരു ഉന്നതിയൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് അതിലൊരു വിഷമമില്ല. കാരണം എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ ഇപ്പം ഈ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവരും ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. കാരണം എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ഇപ്പം 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 6 മണി തൊട്ട് കിടക്കുന്ന ഒരു 9 മണി 10 മണി വരെ ജോലിയാണ്. കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കൽ ജിമ്മിൽ പോലും മാത്രമേ ഉള്ളൂ. അത്രയും ഞാൻ അധ്വാനിക്കുന്നുണ്ട്. കാരണം ഞാനൊരു സാധാരണ ഒരു മനുഷ്യൻ അധ്വാനിക്കുന്ന കൂടുതൽ ഞാൻ പണിയെടുക്കുന്നുണ്ട്. അപ്പം എനിക്കിത് റിസൾട്ട് കിട്ടാണ്ട് ഞാനത് സന്തോഷത്തോടെ ചെയ്യുന്നതിന് കാരണം ഇത് ഭാവിയിൽ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ അതിലേക്ക് മുന്നിട്ട് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഈ സർക്കാർ ജോലിയും വിചാരിച്ചിട്ട് അവിടെ പോയി സുഖിച്ച് ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോൾ ഈ ഇതും കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സർക്കാർ ജോലി സുഖിച്ചിരിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആ രീതിയിലേ പോവുള്ളൂ. അതായത് നമുക്ക് ലൈഫിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജയിലിൻ്റെ അകത്താണ്. അതെ, നമ്മളൊരു ഇതിൻ്റെ അകത്ത് കംഫർട്ട് ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് സ്ട്രഗിൾസും വേദനകളും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീഡം ഉണ്ടാവത്തുള്ളൂ. കാരണം ആ വേദനയാണ് ആ ഫ്രീഡത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന അതായത് ആ വേദനയുടെ പ്രൈസാണ്, അതിൻ്റെ റിസൾട്ടാണ് എന്താ ഫ്രീഡം എന്ന് പറയുന്നത്. കഷ്ടപ്പെടാണ്ട് ആരും ലോകത്തൊന്നും നേടിയിട്ടില്ല. ഈവൻ ഒരു മോഷ്ടിക്കുന്നവനാണെങ്കിലും അവനും കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതാണ് ഇത് നമുക്ക് ആ കുറച്ച് ഭാവിയിൽ നമ്മൾ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കണമെങ്കിൽ അതിന് രുചി ഉണ്ടാവണമെന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മളൊരു താഴ്ചയിൽ നിന്ന് പൊങ്ങി വരുമ്പോഴാണ്. അതെ, എല്ലാം നേടിയിട്ട് നമുക്ക് ഇതാവുമ്പോൾ ആ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാരന്റ്സ് നമുക്ക് ഉണ്ടാവണം വാല്യൂ. കാരണം അങ്ങനെ വേണം. പൊതുവേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൈസ ഉള്ള വീട്ടിലെ പിള്ളേർ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് വേറൊന്നും അറിയത്തില്ല. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ സുരക്ഷിതത്വത്തിൽ വളർന്നൊരു ഇതാണ്. നമ്മൾ ജീവിതത്തിൽ അതായത് പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇതാക്കി ആൾക്കാരുടെ അവഹേളനവും കളിയാക്കലും ഇത് മുറുമുറു പറയലും എല്ലാം കേട്ട് നമ്മൾ ഉന്നതിയിലെത്തുമ്പോൾ നമ്മൾ എന്നിട്ടും അധ്വാനിക്കുക നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി, ആൾക്കാർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആഗ്രഹിച്ച സ്വപ്നത്തിന് എന്തോരം വിലയുണ്ടായിരുന്നുള്ളത്. എനിക്കത് നല്ലോണം മനസ്സിലായപ്പോഴാന്ന് പറഞ്ഞാൽ എനിക്ക് ആപ്പിളിന്റെ ഫോൺ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് എനിക്ക് എന്താ പറയാ, അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതിക്കൊണ്ടിരുന്ന ആളാണ്. എന്നിട്ട് ഞാൻ അവസാനം എൻ്റെ ഫോൺ ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഒരു സമയത്ത് ദിവസം പെട്ടെന്ന് ഞാൻ EMI വാങ്ങിച്ചത്. എൻ്റെ ഈ ഫോണിന് 2 EMI ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അതിലൊരു ഭയങ്കര വില. എൻ്റെ ഫോണിനേക്കാട്ടിലും ഇപ്പം എത്രയോ പുതിയ ഫോണുകൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതേപോലെ പൈസ കൊടുത്ത് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ പറയാം, അവരിൽ നിന്നല്ല, എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണാണുള്ളതെന്നുള്ള എൻ്റെ ഒരു അഭിമാനം എനിക്കുണ്ട്. അതിന്റെ പറഞ്ഞ വ്യക്തമായിട്ട് ആപ്പിള് കയ്യിലുണ്ടെന്നുള്ള അഭിമാനമല്ല, ഞാൻ പൈസ ഫോൺ വാങ്ങി ഞാൻ അധ്വാനിച്ച് വാങ്ങിച്ച ഫോൺ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ അഭിമാനം ഉണ്ട്. എൻ്റെ ബൈക്കിന്റെ കാര്യമാണല്ലോ അതേപോലെ തന്നെ. അതായത് എൻ്റെ അപ്പനും അമ്മയും എനിക്ക് അന്ന് ഞാൻ ചോദിച്ച സമയത്ത് വാങ്ങിച്ചു തന്നത് എനിക്ക് അതിനൊരു വില ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പൈസയുടെ ഇത് അതിന് എന്ത് വില എനിക്ക്. അത് ചിലപ്പോൾ ഞാൻ മറിച്ചിടും, എൻ്റെ അപ്പനും അമ്മയും നോക്കിക്കൊള്ളു എന്നുള്ളത്. പക്ഷെ എൻ്റെ വണ്ടിയാകുമ്പോൾ
അത് എനിക്ക് അതൊരു ഇതുപോലെ, കാരണം ഞാൻ ഇത് വാങ്ങിച്ച വണ്ടിയാണത്. അതിനെന്ത് പറ്റിയാലും എനിക്ക് ഇതാവും അതിന്റെ വില എന്താണെന്ന് നമുക്ക് സ്വന്തം ഇതാകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചുരുക്കി പറയാം, നമുക്കിനി എത്രയും നമ്മൾ സംസാരിക്കും, നമ്മൾ വേറെ ടോപ്പിക്കുകളൊക്കെ ഇതിലൂടെ സംസാരിച്ചു, പക്ഷെ അവസാനമായിട്ട് എല്ലാം തന്നെ ഫോമോടെ വകഭേദങ്ങളാണ്. ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ കാലഘട്ടത്തിലെ വലിയൊരു, നമ്മുടെ ഈ തലമുറയുള്ള എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുകയാണ്, അതിലല്ല നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നേടാൻ അധ്വാനിക്കും, ഞാനത് നേടിയെടുക്കും എന്നുള്ള ഒരു ആഗ്രഹവും ഒരു ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വിഷമിച്ചോ ഭയന്നിട്ടോ ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാൻ. അത് എങ്ങനെ നോക്കിയാലും നിങ്ങളെക്കാട്ടിലും എന്തെങ്കിലും ഉന്നതിയിലുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാവില്ല ലോകത്ത്. നമ്മൾ എത്ര മല കയറി എന്ന് പറഞ്ഞാലും പിന്നെ നോക്കുമ്പോ ഉണ്ടാവും മേലേക്ക് കയറാൻ. അവിടെ ആ മല കയറിയ ആൾക്കാർ പിന്നെ അവിടെ ഉണ്ടാവും. അതെ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, നമ്മുടെ ജീവിതം സന്തോഷത്തോടെ ഇതാക്കുക. ഉള്ള സമയം നമ്മൾ ചിലപ്പോൾ കുറച്ച് വെച്ചിട്ട് നാളെ നമ്മൾ മരിക്കുമായിരിക്കും, പക്ഷെ നാളെ മരിച്ചാലും മരിക്കുന്നതിൻ്റെ 1 മിനിറ്റ് 1 സെക്കൻഡ് മുമ്പ് വരെ നമ്മൾ സന്തോഷത്തോടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ, അത് മതി ലൈഫിൽ. നമ്മൾ എല്ലാം നേടിയത് കൊണ്ട് നമുക്കൊരു സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല. അതിലല്ല കാര്യം ഇരിക്കുന്നത്. ആ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് എന്തോ ഒരു അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ തന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. അതായത് അത് നമ്മുടെ കയ്യിലുള്ള സാധനം, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ കൂട്ടുകാർ എല്ലാം, നമ്മുടെ നാട് എല്ലാം, ഇതിനൊക്കെ ഉള്ളൊരു പോസിറ്റീവ് ഒരു എക്സ്പീരിയൻസ് നേടാൻ നോക്കുക. എല്ലാത്തിന്റെയും നല്ല ഭാഗങ്ങൾ മാത്രം. അതെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ കൈവെള്ള, നമ്മുടെ പരിസരത്തുള്ള സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി. അല്ലാണ്ട് ഒരു ഫോണിന്റെ അകത്തിരുന്ന് ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി അവര് പറയുന്നത് അവര് കാണിക്കുന്നതല്ല. ഇത് കാണുന്ന, അതായത് ഈ റീല് കണ്ട് സമയങ്ങളെ നേരം കൊണ്ട് നിങ്ങൾ ഹിമാലയത്തിലേക്കൊന്നും പോണ്ടാന്നേ. നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തിന് എന്തോ ഒരു അറിയാത്ത സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ തന്നെ ഇടയ്ക്ക് ഇപ്പൊ ചില സമയത്ത് ഇരിക്കുമ്പോൾ വെറുതെ അങ്ങ് പോകും. വെറുതെ ചിലപ്പോൾ മിക്കവാറും ഞാൻ വെറുതെ പോവാറുണ്ട്, ചിലപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ബൈക്കിൽ പോവാറുണ്ട്. അതായത് വയനാട്ടിൽ തന്നെ ഞങ്ങൾ കാണാത്ത ഇഷ്ടംമാതിരി ഞങ്ങൾ ഇടയ്ക്ക് പോയി പല സ്ഥലത്ത് പോയി ഞങ്ങളിരുന്ന് വർത്താനം പറഞ്ഞ്. അതെ, നമ്മൾ അനുഭവിക്കും ഈ പ്രകൃതിയും ഇതെല്ലാം നമുക്കുള്ള. നമ്മൾ ഹിമാലയത്തിൽ പോകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ നാട് കാണ്. അതെ, നാട് കണ്ടിട്ട് ഹിമാലയം കണ്ടാ പോരെ. അതായത് മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെയാണ്, പുള്ളിയാണ് ഈ കാര്യത്തിലൊക്കെ പെട്ടെന്ന്. അതായത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞ ഒരു ബസ് കയറിയിട്ട് നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അതെ, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ആ ബസ് സ്റ്റാൻഡിൽ തന്നെ കിടന്നുറങ്ങി, അത് കഴിഞ്ഞിട്ട് അടുത്ത ബസ് കയറി പോകും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അന്ന് ആ ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് എന്താ ഉള്ളതെന്ന് നോക്കാൻ ആരും നിൽക്കുന്നില്ല, ഭൂരിപക്ഷം പേര്. പക്ഷെ അത് കുറെ മാറി കേട്ടോ കൊറോണയ്ക്ക് ശേഷം. പക്ഷെ അതുകൊണ്ട് വന്ന പ്രതിസന്ധി ഇതാണ്, ഈ സോഷ്യൽ മീഡിയ കാരണം. അല്ല, എനിക്ക് പറയുന്നത് ഈ ചെറിയ, പ്രത്യേകിച്ച് സ്കൂളിലും ഇതൊക്കെ പഠിക്കുന്ന എല്ലാവരുടെ കയ്യിൽ ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ അവരുടെ മാതാപിതാക്കളുണ്ട്. സത്യം പറഞ്ഞാൽ ഫോണ് കുറേയൊക്കെ നിയന്ത്രിക്കണം പിള്ളേരെ നിയന്ത്രിക്കണം. ഞാൻ ഒരു ചെളി കളിപ്പിച്ച് വളർത്തുക, പോയി കളിക്കാൻ പറയാം, പറമ്പിൽ പോയി കളിക്കാൻ പറയാം. അങ്ങനെ ഇതാക്കി പുറത്തിറങ്ങി പിള്ളേർക്ക് ഫോണ് മാത്രം ആയിട്ട് കൊടുക്കരുത്. പിന്നെ ഇത് കാണുന്ന പിള്ളേരാണെങ്കിൽ ഈ ഫോണിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന ഇതും കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതല്ല ജീവിതം. നമ്മൾ ഈ ഡിജിറ്റൽ ജയിലിലാണ് നമ്മൾ സത്യം പറഞ്ഞിരിക്കുന്നത്. ഈ ഫോണ് ഇത് ഇതൊരു ടൂളാണ്, നമ്മൾ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഉപകരണം മാത്രമാണ്. നമ്മൾ ഇതിന് അടിമയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്ന ഈ ഫോണാണ്. നിങ്ങൾ ഒരിക്കലും അരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ വണ്ടികളൊക്കെ. നമ്മൾ വണ്ടി എടുത്ത് ഇത് പോവാ, പുറത്ത് പോയി പുറലോകം കാണുക. നിങ്ങൾ ഒരു സ്റ്റോറി, ഞാനിവനും പോയി കഴിഞ്ഞ് ഞങ്ങൾ പൊതുവെ സ്റ്റോറി ഇടാറില്ല പുറത്ത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. അതായത് ഞാനിപ്പോ ഞങ്ങൾ പോയ വീഡിയോസ് കുറേ ഇരിപ്പുണ്ട്, അതിന്റെ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അതായത് ചില സമയത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഫോണും ഒന്നും എടുക്കാതെ വീഡിയോ എടുക്കാറില്ല. ഇതുവരെ തൊട്ടിട്ട് പോലും വീഡിയോ എല്ലാം ഉണ്ട്. കാസർഗോഡ് പോയതുണ്ട്, ആലപ്പുഴ പോയതുണ്ട്, കുറെ ഉണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താ പറയുക, ഇത് നമ്മളെ സ്റ്റോറി നമ്മൾ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇട്ട് നിങ്ങൾ പോയി കാണുന്ന ലോകം മറ്റുള്ളവരെ കാണിക്കും ഇങ്ങനെ സ്ഥലം ഉണ്ടെന്നൊക്കെ, അത് നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നത് പുറത്ത് നമ്മൾ ഈ വണ്ടി ഇതൊക്കെ എടുത്തിട്ട് ഈ ലോകം നമുക്കുള്ള ഉണ്ടാക്കിയതാണ്. ആകെ ഒരു ജീവിതം കിട്ടുള്ളൂ. ആ ജീവിതം നമ്മൾ ഈ ഫോണിനകത്ത് മറ്റുള്ളവർ ചെയ്ത അവരുടെ വീരസാഹസികത കണ്ട കുശുമ്പും കുന്നായ്മയും പിടിച്ചിരിക്കുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ സ്വന്തം അനുഭവം ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണോ നല്ലത്? പോയി ഒന്നും വേണ്ട, ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയാൽ മതി. അറിയാത്ത വഴി കൂടെ ഞാൻ ചില സമയത്ത് ഞാനിപ്പോൾ അതേപോലെ പോകുന്നത് പെട്ടെന്നൊരു വഴിയുണ്ട്, ഞാൻ മാറി കയറിപ്പോവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ എന്നിട്ട് അന്ന് ഞാൻ സ്ഥിരം പോയൊരു വഴി കൂടെ ഇതേപോലെ ഒരു മലയും കാടുള്ള വഴി കൂടെ റുമേൻ റോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കയറിപ്പോയി.
എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു വഴി വലത്തോട്ട് വന്നിട്ട് ഞാൻ ഇടത്തോട്ട് പോയി. ഞാൻ പിന്നെ ഒരു ചുരുളിപ്പെട്ട അവസ്ഥയിൽ. പക്ഷെ എൻ്റെ പൊന്നോ, ഞാൻ പറയാം, കുറച്ച് നാളത്തിൽ എനിക്ക് ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല അനുഭവമായിരുന്നു അത്. മഴ പെയ്ത് കഴിക്കുമ്പോൾ കാട് എല്ലാം പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ തോട്ടത്തിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടിപൊളി അനുഭവം. ആരും ഉണ്ടായിരുന്നില്ല, വേറെ ആരും ഇല്ല, ഫോണിൽ ചാർജ് ഇല്ലാണ്ടിരിക്കുമായിരുന്നു. അതൊരു അനുഭവം. നമ്മൾക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ ഇല്ലെങ്കിൽ കാര്യമില്ല. നമുക്ക് ഇങ്ങനെ എനിക്കിപ്പോൾ നമ്മളിത് പറയുന്നതിന് കാരണം എന്താ, നമ്മളത് ചെയ്തുകൊണ്ടാണ്. ഇത് നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ആ വണ്ടി എടുത്ത് അറിയാത്ത റോട്ടിൽ കൂടെ അല്ലെങ്കിൽ പരിചയമുള്ള റോട്ടിൽ കൂടെ പോവാ, ഒരു വഴി കാണുമ്പോൾ ആ വഴിയും കയറി അങ്ങ് പോവുക. അതായത് ഈ എല്ലാ സാധനങ്ങളും നമുക്കൊരു അനുഭവം ഉണ്ടാക്കി തരാൻ വേണ്ടി. അതെ, ഇത് നമുക്ക് ജീവിതം ആസ്വദിക്കണം. നമ്മൾ ഇതിനകത്ത് അടിമപ്പെട്ട് നമ്മുടെ ജീവിതം ഇതിൽ തീർക്കരുത്. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ചുരുക്കി പറയാം, നമുക്കിനി എന്തായാലും ഇത്രയും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത് തോന്നുന്നത്. വീണ്ടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മളൊന്നും നേടിയിട്ടില്ല എന്നുള്ള ഭയത്തിലും ഒരു എന്താ പറയുക, ഒരു അതിനെന്താ പറയുക വാക്കിന്, അതായത് ഒരു നമുക്ക് എന്താ പേടിയല്ല, ഒരു നമുക്ക് നെഗറ്റീവ് ആ ഒരു വാക്കിൻ്റെ ഒരു ഇതിൻ്റെ കുറ്റബോധത്തിലോ ജീവിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അതിലല്ല കാര്യം. നമുക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നേടാമെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് ലക്ഷ്യം വെച്ച് അത് നേടുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അതായത് ഈ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന പോലെയല്ല കളിക്കളത്തിലിരുന്ന് കളിക്കുന്നവൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ധൈര്യം വേണം. നമ്മൾ ഇതിലിരുന്നിട്ട് പറയാ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ 6 പോകും, അങ്ങനെ അടിച്ചാൽ പോകുന്നു. നമ്മളവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക അതെന്തൊരു ഇതായിട്ടുള്ള ഇതാന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിലിരുന്ന് കളിക്കുന്നതാണ് രസം, കളി കാണുന്നതിലും. അപ്പം അങ്ങനെ കളിക്കാനുള്ള കഴിവ് നമുക്ക് നേടണം, അതിനുവേണ്ടി പരിശ്രമിക്കുക. അതെ, ഫോമോയും കോപ്പൊക്കെ ഉണ്ട്, അത് ലോകം അവസാനം ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയ നിരാശയിലേക്ക് മാറും. അതിലും നല്ലത് ഞാൻ പറഞ്ഞ പോലെ വെറുതെ പുറത്തേക്ക് ഇറക്കുക. നിങ്ങൾ ഹിമാലയവും ഹിമാലയ സാനുക്കളൊക്കെ അവസാനം വെച്ചാൽ മതി. നിങ്ങൾ സ്വന്തം നാട് പോയി കണ്ട്, കാണാത്ത മലയും കാടും തേടി പോയി കണ്ട്, അറിയാത്ത നാട്ടിൽ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയി ചായ കുടിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളെ നാടിനെ അറിയും. ആ ബസ് സ്റ്റോപ്പിൽ തന്നെ കിടന്ന് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ അടുത്ത വണ്ടി കയറി പോയി തിരിച്ചു പോകുന്ന കാലൻ്റെ വണ്ടിയിൽ കയറി പോകാൻ നിൽക്കാതെ ജീവിതം ആസ്വദിക്കുക. കാറുള്ളവൻ കാറിൽ പോവാ, അതില്ലെങ്കിൽ ബൈക്കിൽ ഇല്ലെങ്കിൽ നടന്നു പോവാ, ബൈക്കില്ലെങ്കിൽ സ്കൂട്ടറിൽ പോവാ, സ്കൂട്ടർ ഇല്ലെങ്കിൽ സൈക്കിളിൽ പോവാ, അതില്ലെങ്കിൽ നടന്നു പോവാ, ഒന്നുമില്ലെങ്കിൽ ബസ് കയറിയെങ്കിലും പോവാ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സാഹചര്യം അനുവദിക്കുന്ന പോലെ ആസ്വദിക്കുക ജീവിതം. അത്രേ ഉള്ളൂ. ഈ ഫോണിൽ അടിമത്തം കുറയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു നല്ലൊരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റിയതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ വീണ്ടും സന്ധിക്കും വരെ